നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളിതാ പുതിയ ഹൈസ്കൂൾ സെക്ഷനിലെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. സ്കൂള് തുറക്കാൻ പോകുന്നു. പുതിയ പാഠങ്ങൾ, പുതിയ പഠന രീതികൾ, എല്ലാത്തിനും വ്യത്യസ്തത വരുന്ന ഒരു കാലം. നമ്മുടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ്, ആ യൂണിറ്റിന്റെ പേരെന്താണെന്ന് അറിയാമോ? നല്ല പേരാണ്, മനസ്സു നന്നാവട്ടെ എന്ന്. നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം. അതായിരിക്കും ജീവിതത്തിന് ഉയർച്ച നൽകുക. ആ യൂണിറ്റിലെ മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ ഒരു പ്രവേശകവും അതുപോലെ ഒരു മനോഹരമായ കവിതയും, അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ആ ചെറിയ പ്രവേശകത്തിലേക്ക് ഒന്ന് കടക്കാം. എല്ലാവരും തയ്യാറാണല്ലോ? അപ്പോൾ ഞാൻ പറയട്ടെ, എല്ലാവരും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. പ്രവേശകത്തിന്റെ തലക്കെട്ട് മനസ്സു നന്നാവട്ടെ. ഞാനിത് വായിക്കാം. സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ്. മുഹമ്മദ് ഇക്ബാൽ. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. നല്ല മനസ്സിൻ്റെ ഉടമ നല്ല മനുഷ്യനായിരിക്കും. ഏറ്റവും മികച്ചതായിട്ട് സ്വർഗത്തെയാണല്ലോ നാം കാണുന്നത്. എന്നാൽ ആ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ സ്ഥാനം. നമ്മുടെ പെരുമാറ്റമാണ് നമ്മളെ ഓരോരുത്തരും വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനം. മറ്റുള്ളവരോട് വിനയത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം. അപ്പോഴാണ് നമ്മുടെ സംസ്കാരം വിലമതിക്കുന്നത്, നമ്മളെ നല്ല ഒരു മനുഷ്യനായിട്ട് സമൂഹം കാണുന്നത്. ജീവിതമാകുന്ന ഗാനത്തിൽ ഏറ്റവും നല്ല താളം നൽകി ജീവിതത്തെ മനോഹരമാക്കുന്നത് ആരാണ്? മറ്റ് ആളുകളാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതമാകുന്ന ഗാനം മനോഹരമാക്കി തീർക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഇത് എഴുതിയിരിക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ്. നമ്മളിതാ പ്രവേശകം മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കവിതയൊന്ന് പഠിക്കാം. നമ്മുടെ കവിതയുടെ പേര് പനിനീർ പൂവ് എന്നാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കവിതകൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ആരായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ? മലയാള കവിതാ പ്രസ്ഥാനത്തിൽ 2 കവിത്രയങ്ങൾ ഉണ്ടായിരുന്നു. ത്രയം എന്നാൽ 3 എന്നാണ് അർത്ഥം. ഏതൊക്കെയാണ് ആ 2 കവിത്രയങ്ങൾ? ഒന്ന് പ്രാചീന കവിത്രയവും മറ്റൊന്ന് ആധുനിക കവിത്രയവും. പ്രാചീന കവിത്രയത്തിലെ 3 കവികളാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അവർ വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വളരെ പ്രശസ്തരായ 3 കവികൾ. എന്നാൽ ആധുനിക കവിത്രയത്തിലെ കവികൾ ഒരാൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് എന്ന് നമ്മൾക്കറിയാം. മറ്റു 2 പേർ ആരൊക്കെയാണ്? ഒന്ന് ഓർത്തു നോക്കൂ. അറിയാമോ നിങ്ങൾക്ക്? കുമാരനാശാനും വള്ളത്തോളും.
അപ്പോൾ ആരൊക്കെയാണ് ആധുനിക കവിത്രയത്തിലെ കവികൾ? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആ ത്രയത്തിലെ ഉള്ളൂരിന്റെ കവിത, ഉള്ളൂരിന്റെ പ്രസക്തി, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം ചങ്ങനാശ്ശേരിയില് 1877 ജനിച്ചത്. ധാരാളം കാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഉമാകേരളം. അതുകൂടാതെ കർണഭൂഷണം, പിംഗള, ഭക്തിദീപിക, കിരണാവലി, താരഹാരം, തരങ്കിണി, ചിത്രമാല, ഇങ്ങനെ ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉള്ളൂരിന്റെ കാവ്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് പ്രൗഢമായ കവിതകളായിരിക്കും, പ്രൗഢ കവിതകളായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഉജ്ജ്വലമായ ശബ്ദങ്ങൾ കൂടുതലായിട്ട് കവിതകളിൽ പ്രയോഗിച്ച കവി എന്ന അർത്ഥത്തിൽ. എന്നുവെച്ച് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും അങ്ങനെ ശബ്ദാഠ്യത നിറഞ്ഞതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പനിനീർപ്പൂവ് തന്നെ വളരെ ലളിതമായ പദപ്രയോഗങ്ങളാൽ ചമച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു കവിതയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയുണ്ട്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം, ഭക്തിനുരാഗതയാദിവപുസ്സ പരാത്മ ചൈതന്യം, പലമട്ടേന്തി പാരിനിതെങ്ങും പ്രകാശമരുളുന്നു. പ്രേമസംഗീതം എന്ന കവിതയിലെ വരികളാണിത്. വളരെ മനോഹരമായ ലളിതമായ വരികൾ അല്ലേ? ഇതുകൂടാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, നിങ്ങളിപ്പോൾ കുട്ടികൾ തന്നെയാണ്, എന്നാലും തീരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് തൊട്ട് കേൾക്കുന്ന ചില കുട്ടിക്കവിതകൾ, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഏതു പ്രായത്തിലും തരുന്ന കുട്ടിക്കവിതകൾ. തീരെ കുഞ്ഞുങ്ങളെ, പൊടിക്കുഞ്ഞുങ്ങളെ അമ്മമാർ ഈ പാട്ടൊക്കെ പാടിയാണ് അവരുടെ കരച്ചിലുകൾ നിർത്തിയിരുന്നത്, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. ഈ കുട്ടിക്കവിതകൾ ഒരിക്കലും മരണമില്ല. ആ കവിതകൾക്ക് നമ്മൾ ജനിച്ച് നമ്മൾ വയസ്സായാലും നമ്മുടെ മനസ്സിൽ അതിലെ വരികൾ അങ്ങനെ തത്തിക്കളിക്കും. ഉള്ളൂർ എഴുതിയ അതിപ്രധാനമായ 2 കുട്ടിക്കവിതകളുണ്ട്. നിങ്ങൾക്ക് പറയാമോ ഏതാണെന്ന്? ചിരപരിചിതമായത് കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കേട്ടിട്ടില്ലേ ഇത്? അതെ, ആ കാക്കേ കാക്കേ. നിങ്ങളെയും നിങ്ങളുടെ അമ്മമാര് ഈ പാട്ടൊക്കെ പാടിയല്ലേ കളിപ്പിച്ചിരുന്നതും അതുപോലെ ഭക്ഷണമൊക്കെ തന്നിരുന്നത്. പിന്നെ വേറൊരു കുട്ടിക്കവിത, പ്രാവി പ്രാവി പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഇങ്ങനെയുണ്ട്. അത് കേട്ടിട്ടില്ലേ? ഉണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വരികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതിമനോഹരമായ കുട്ടിക്കവിതകളും എഴുതിയ കവിയാണ് നമ്മുടെ ഉള്ളൂർ. അപ്പൊ അദ്ദേഹം ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ലളിതമായ കവിതകളൊക്കെ എഴുതിയ കവി തന്നെയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് പനിനീർ പൂവിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പൂവാണ് പനിനീർ പൂവ്, റോസാപ്പൂവ്. കവി തന്റെ ചുറ്റുപാടും കാണുന്ന സാധാരണമായ കാര്യങ്ങൾ, വളരെ ലളിതമായ കാര്യങ്ങൾ, മറ്റാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ തന്റെ കവിതയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നു. ഒരു പനിനീർ പൂവ് അങ്ങനെ അതിന്റെ ഭംഗിയാൽ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു സാധാരണ കാഴ്ചയല്ലേ? ആ കാഴ്ചയാണ് കവി അതിമനോഹരമായ ഒരു കവിതയാക്കി ഇവിടെ മാറ്റിയിരിക്കുന്നത്.
അപ്പോൾ ഞാൻ കവിതയൊന്ന് ചൊല്ലട്ടെ. എല്ലാവരും പാഠപുസ്തകത്തില് കവിതയുണ്ട്, അതിലെ വരികളിൽ ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചൊല്ലുന്ന ഈണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈണത്തിലും ചൊല്ലാം. ഞാൻ എൻ്റെ ഈണത്തിലൊന്ന് ചൊല്ലട്ടെ, എല്ലാവരും ഒന്ന് കേട്ടിരിക്കൂ. ഓക്കെ, നമുക്ക് നമ്മുടെ കവിതയൊന്ന് ചൊല്ലി നോക്കാം. ഞാനൊരു മാൻപെഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം, പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ, നിൻ ചെറു ജീവിതം എത്ര മോശം, പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെ എന്നോർമ്മയില്ലേ, ഓതിയിൽ ഉത്തരം ഒന്നുമാ ചോദ്യത്തിൻ, ആതങ്കമേശാത്തൊരാ പ്രസൂനം, എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു, എന്തതിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ, ബന്ധം മനസ്സിലായി അല്പമപ്പോൾ, തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ, നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനേ, മാപ്പു നൽകൂ. പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിലെന്തോന്നു മീതെ ചൊൽവാൻ, ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനം ആകുന്നില്ല, ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാനന്ദം വായിക്കുന്നില്ല, പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും, ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നന്തികത്തിൽ, തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിനന്നപൂർണേശ്വരിമാർ കണക്കേ, പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ധവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി, ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം, പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം, കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ, മണ്ണിനെ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു, പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ, പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കവിത ചൊല്ലിയത് കേട്ടല്ലോ. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ് നിങ്ങളുടേതായ ഈണത്തിലും താളത്തിലുമൊക്കെ ഈ കവിതയൊന്ന് ചൊല്ലാൻ ശ്രമിക്കുക. നമുക്കിനി കവിതയുടെ ആശയം ഒന്ന് നോക്കാം. ഇവിടെ ഇതാ ആദ്യം തന്നെ ഒരു വാക്യം നൽകിയിരിക്കുന്നു. പൂക്കൾ ഇതളുകൾ അടർത്തി വീണ്ടും ചേർത്തു വയ്ക്കുമ്പോൾ എന്താകുന്നു? പൂക്കളമാകുന്നു. പൂവ് വിരിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമല്ല, അതിന്റെ ഇതളുകളൊക്കെ വേർതിരിഞ്ഞ്
അതിനെ വീണ്ടും നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ അത് അതിമനോഹരമായ ഒരു പൂക്കളമായിട്ട് മാറുന്നു. ചുരുക്കത്തിൽ പൂവ് സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ കവി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു മനോഹരമായ പനിനീർ പൂവിനെ, റോസാപ്പൂവിനെ കാണുകയാണ്. ഞാനൊരു മാൻപെഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം. ഞാൻ മാൻപെഴുന്ന ഭംഗിയുള്ള, മാൻപ് ഭംഗിയുള്ള ഒരു ചെമ്പനീർ പൂവ്, ചുമന്ന പനിനീർ പൂവിനെ കാണവേ, കണ്ടപ്പോൾ ചോദിച്ചേൻ ഇപ്രകാരം. ഞാൻ ഇപ്രകാരം ചോദിച്ചു, ആ പൂവിനോട് ചോദിച്ചു. കവി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചുമന്ന പനിനീർ പൂവിനെ കണ്ടു. ആ പൂവിനോട് കവി ഇപ്രകാരം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ, നെഞ്ചെറു ജീവിതം എത്ര മോശം. അല്ലയോ പൂവേ, നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിന്റെ ജീവിതം എത്ര ചെറുതാണ്, എത്ര മോശമാണ്. പൂവെപ്പോഴും വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ മുഖത്ത് പുഞ്ചിരിയാണെന്ന് നമുക്ക് തോന്നും. കരഞ്ഞുകൊണ്ട് പൂ നിൽക്കാറുണ്ടോ? വിടർന്നു വിലസി നിൽക്കുന്ന പൂവിനെ കണ്ടാൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. കവിക്കും അങ്ങനെ തന്നെ. കവി ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിന്റെ ജീവിതം എത്ര ചെറുതാണ്, എത്ര മോശമാണ്. പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെ എന്നോർമ്മയില്ലേ. പാഴുറ്റ, ഒരു പ്രയോജനവുമില്ലാത്ത മണ്ണിൽ നാളെ തന്നെ നീ കൊഴിഞ്ഞ് വീഴുവാൻ പോകുന്നു, അത് നിനക്ക് ഓർമ്മയില്ലേ? കവി ചോദിക്കുകയാണ്. നാളെ നീ കൊഴിഞ്ഞ് മണ്ണിൽ വീഴും, എന്നിട്ടും നീ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. ശരിയാണ്, ഒരു പൂവ് അതിന്റെ മൊട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ കൂടി വന്നാൽ 1-2 ദിവസം അതങ്ങനെ വിരിഞ്ഞു നിൽക്കും, അല്ലെ? ഭംഗിയോടെ നിൽക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ ഇതളുകളൊക്കെ ഇങ്ങനെ വാടിക്കൊഴിഞ്ഞ് അത് താഴെ മണ്ണിൽ വീഴും. മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അതിനെന്തായിരിക്കും അവസ്ഥ? അത് മണ്ണായി മാറും. മഹാകവി കുമാരനാശാൻ വീണപ്പൂവ് എന്ന കാവ്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പൂവിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ ഭംഗിയുള്ള പൂവ് മണ്ണിൽ വീണ് അത് ഇല്ലാതെയാകുന്നത് പോലെയാണ് നമ്മൾ മനുഷ്യരുടെ ജീവിതവും എന്നാണ്. പൂവിന്റെ ജീവിതത്തിലൂടെ മനുഷ്യ ജീവിതത്തെ കോർത്തിണക്കുകയാണ് ആശാൻ വീണപ്പൂവ് എന്ന കവിതയിലൂടെ ചെയ്യുന്നത്. അപ്പൊ കവി ഇവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. നാളെ നീ താഴത്തു വീഴാൻ പോകുന്നതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നത്? അത് കേട്ടിട്ട് പൂവ് എന്താണ് ചെയ്തത്? ഓതിയില്ലുത്തരം ഒന്നുമാ ചോദ്യത്തിൻ, ആതങ്കമേശാത്തൊരാ പ്രസൂനം. കവിയുടെ ചോദ്യം കേട്ടിട്ട് ആ പ്രസൂനം പൂവ്, ആ പൂവ് ഒന്നും ഉത്തരമായിട്ട് നൽകിയില്ല. ആതങ്കമേശാത്ത, ആതങ്കം ദുഃഖമില്ലാത്ത ആ പൂവ് ഒരു ഉത്തരവും പറഞ്ഞില്ല. പകരം എന്തു ചെയ്തു? എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു. ആ പൂവ് യാതൊരു ഉത്തരവും പറഞ്ഞില്ല. പക്ഷെ കവി ചോദിച്ച ആ ചോദ്യത്തിലെ തെറ്റ് മനസ്സിലാക്കുന്ന വിധത്തിൽ അതിന്റെ തല ശരിയല്ല എന്ന മട്ടിൽ ഒന്ന്, ആ ചോദ്യം ശരിയല്ല എന്ന മട്ടിൽ ഒന്ന് ആട്ടുക മാത്രം ചെയ്തു. കവി അപ്പോൾ ചിന്തിക്കുകയാണ്, പൂവ് അത് ശരിയല്ല എന്ന മട്ടിൽ തലയാട്ടിയത്, വിലങ്ങനെ തലയാട്ടിയത് എന്തിനായിരിക്കും? എന്തതിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ, ബന്ധം മനസ്സിലായി അല്പമപ്പോൾ.
പൂവങ്ങനെ വിലങ്ങനെ. കവി ചോദിച്ചത് ശരിയായില്ല എന്ന മട്ടിൽ തലയാട്ടിയത് എന്തിനാണെന്ന് ഞാൻ കുറച്ചു നേരം ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ആ പൂവ് തലയാട്ടിയതിന്റെ അർത്ഥം കുറച്ച് മനസ്സിലായി. തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. കവി പൂവിനോട് പറയുകയാണ്. കവിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, തെറ്റെന്ന് പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും ആ പൂവിനോട് ഞാൻ പറഞ്ഞു, തെറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാനൊരു ബുദ്ധിഹീനനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. അവിടെ ആ വരിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 2 വരിയിലും ആദ്യമായി കാണുന്ന വാക്ക് തെറ്റെന്ന്, അതുപോലെ തെറ്റിപ്പോയി, അല്ലെ? തെറ്റെന്ന്, ആദ്യത്തെ വരിയിലെ തെറ്റ് എന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. പെട്ടെന്ന്, തെറ്റെന്ന് പെട്ടെന്ന്. രണ്ടാമത്തെ വരിയിലെ തെറ്റിപ്പോയി എന്നുള്ളത് അബദ്ധമായി പോയി എന്ന അർത്ഥമാണ്. ഇവിടെ ഒരേ പദം തന്നെ ആവർത്തിച്ചു വന്നിരിക്കുന്നു, പക്ഷെ അതിന്റെ അർത്ഥത്തിന് വ്യത്യാസവും വന്നിരിക്കുന്നു. അത് ഒരു ഭംഗിയുള്ള പ്രയോഗ ഭംഗിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പദങ്ങളുടെ പ്രയോഗ ഭംഗി വരികൾക്ക് ഭാവദീപ്തിയും ശോഭയും ഒക്കെ നൽകുന്നതാണ്. കവിക്ക് കാര്യങ്ങൾ മനസ്സിലായി. കവി പൂവിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, അബദ്ധമാണ്, ഞാനൊരു ബുദ്ധിഹീനനാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ. നിന്റെ ജീവിതം മോശമാണെന്നല്ലേ കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞത്? നീ എനിക്ക് അങ്ങനെ പറഞ്ഞതിന് മാപ്പു തരൂ. കവി ഇവിടെ പൂവിനോട് മാപ്പു ചോദിക്കുകയാണ്. കുറച്ചു മുമ്പ് കവി പറഞ്ഞില്ലേ, പുഞ്ചിരി കൊള്ളുന്നത് എന്തിനാണ് പൂവേ നീ, നിന്റെ ജീവിതം എത്ര ചെറുതാണ്, എത്ര മോശമാണ് എന്ന്. പക്ഷെ ചിന്തിച്ചപ്പോൾ കവിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. താൻ പറഞ്ഞത് ശരിയല്ല, തന്റെ ബുദ്ധിഹീനത കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് കവി പൂവിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. നിന്റെ ജീവിതം മോശമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അതിനെനിക്ക് മാപ്പു തരൂ. എന്നിട്ട് വിളിക്കുന്നു, പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിൽ എന്തോന്നു മീതെ ചൊൽവാൻ. പൂക്കളുടെ ഗുണവിശേഷങ്ങളാണ് കവി ഇവിടെ പറയുന്നത്. അല്ലയോ പൂക്കളെ, ഈ പാര് ഭൂമി, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തുല്യതയോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മീതെ നിൽക്കാനായിട്ട് മറ്റാരാണുള്ളത്? ആരുമില്ല. നിങ്ങളാണ് സുന്ദരികൾ. നിങ്ങൾക്ക് മേലെ നിൽക്കാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനം ആകുന്നീല. കണ്ടോ? പാഴ്മണൽക്കാട്, മണൽക്കാടാണ്. പക്ഷെ ആ മണൽക്കാട് പോലും പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ ദേവലോകത്തെ നന്ദനോദ്യാനം പോലെയായി മാറും. ദേവലോകത്തിലെ അതിസുന്ദരമായ ഇന്ദ്രന്റെ രാജസദസ്സിലെ അത്യുജ്വലമായ ശോഭയേറിയ ഉദ്യാനമാണ് നന്ദനോദ്യാനം. ഇവിടെ കവി പറയുന്നു, ഏതൊരു പാഴ്മണൽ കാട് പോലും പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ, പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, പൂതം പരിശുദ്ധമായ ദേവലോകത്തെ നന്ദനോദ്യാനം പോലെ ആകുന്നു എന്ന്. കഴിഞ്ഞില്ല, വീണ്ടും കവി പറയുന്നു, ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാം ആനന്ദം വായിക്കുന്നില്ല. മനുഷ്യർ ദുഃഖിതരായിട്ട് നിൽക്കുമ്പോൾ, മാല് ദുഃഖിതരായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും മനോഹരമായ സുന്ദരമായ പൂക്കളെ കാണുമ്പോൾ അവർ അവരുടെ ദുഃഖങ്ങൾ മറക്കുന്നു. ആ പൂക്കളുടെ സൗന്ദര്യത്തിൽ അങ്ങനെ ലയിച്ചു നിൽക്കുന്നു. മഹാകവി കുമാരനാശാൻ വീണപ്പൂവിൽ പാടുന്നുണ്ട്, വൈരാഗ്യമേറിയൊരു വൈദികനാട്ടി ഏറ്റ വൈരിക്കു മുൻപുഴറിയോടിയ ഭീരുവാട്ടി നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത്
മിഴിയുള്ളവർ നിന്നിരിക്കാം. കണ്ടോ? കവി പറയുന്നു, വൈരാഗ്യമേറിയൊരു വൈദികൻ, ഒരു പുരോഹിതൻ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു നിൽക്കുന്ന ഒരു വൈദികൻ, ഒരു പുരോഹിതൻ. അതുപോലെ ശത്രുവിനാൽ പേടിച്ചോടുന്ന ഒരു ഭീരു, പുറകിൽ ശത്രുവുണ്ട്, അയാൾ എന്നെ ഉപദ്രവിക്കും, ഉപദ്രവം ഏൽക്കാതിരിക്കാൻ അയാൾ പേടിച്ചോടുകയാണ്. അങ്ങനെ ഓടുന്ന ഭീരു ആരാകിലെന്ത്? ഭംഗിയുള്ള ഒരു പൂവിനെ കണ്ടാൽ എല്ലാം മറന്നുപോകും. പുരോഹിതൻ താനൊരു പുരോഹിതനാണെന്ന് മറന്നുപോകും. പേടിച്ചോടുന്ന ആള് പേടിച്ചോടുകയാണ് എന്ന കാര്യം മറന്നുപോകും. എന്നിട്ട് എന്തു ചെയ്യും? നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി അവരെല്ലാം അങ്ങനെ നിന്നു പോകും എന്നാണ് കവി പാടുന്നത്. മിഴിയുള്ളവർ, കണ്ണുള്ളവർ അവിടെ നിന്നു പോകും. ശരിയല്ലേ? നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പൂക്കളെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? ഭംഗിയുള്ള പൂക്കളെ കണ്ടാൽ നമ്മൾ നിന്നു പോകും. എന്നിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കും. നമ്മൾ ചില ഉദ്യാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എത്ര ഭംഗിയുള്ള പൂക്കളാണ് അവിടെ നമ്മൾ കാണുന്നത്. എത്ര നേരം ആ പൂക്കളെ നോക്കി നിന്നാലും നമുക്ക് മനസ്സ് മടുക്കുകയില്ല. അതിന്റെ ഭംഗി അങ്ങനെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പോൾ അത്രമാത്രം സുന്ദരമാണ് ഈ പൂക്കൾ. ദുഃഖിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന മനുഷ്യർ മനോഹരമായ പൂക്കളെ കാണുമ്പോൾ ആ ദുഃഖമെല്ലാം മറന്ന് അങ്ങനെ നിൽക്കുമെന്നാണ് കവി പറയുന്നത്. ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാനന്ദം വായിക്കുന്നില്ല. സ്ഫീതം വർദ്ധിച്ച ആനന്ദം, വർദ്ധിച്ച സന്തോഷം വന്നു ചേരുന്നു. ഇനി പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർമറക്കും. പൂക്കളിലെ തേൻ കുടിക്കാനായിട്ട് വണ്ടുകളെത്തും. ആ വണ്ടുകൾ അങ്ങനെ തേൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കാറ്റ്, മന്ദമാരുതൻ അങ്ങനെ അടിക്കും. അപ്പോൾ ആ പൂവും പതുക്കെ ഇങ്ങനെ ഒന്നാടും. പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന വണ്ടുകളും പതുക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ പാടുന്ന വണ്ടുകൾക്കൊപ്പമായി, പാട്ടുപാടിക്കൊണ്ട് തേൻ കുടിക്കുന്ന ആ വണ്ടുകളുടെ ഒപ്പം തെന്നൽ കാറ്റ്, തെന്നലിലാടുന്ന നിങ്ങളെ ആരാണ് മറക്കുന്നത്? ആരും മറക്കുകയില്ല. കണ്ടോ? പൂവിന്റെ ഗുണവിശേഷങ്ങളാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നന്തികത്തിൽ. ഘ്രാണേന്ദ്രിയം, പൂക്കൾക്ക് നല്ല സുഗന്ധമായിരിക്കും, അല്ലേ? ചില പൂക്കളുടെ സുഗന്ധം നമുക്ക് പറയാനേ പറ്റില്ല. മുല്ലപ്പൂവിന്റെ ഒക്കെ സുഗന്ധം പൂ ചെറുതാണെങ്കിലും അതിന്റെ സുഗന്ധം വളരെ വലുതാണ്. അപ്പോൾ ആ പൂക്കൾ, ഘ്രാണേന്ദ്രിയം നമ്മുടെ മൂക്കാണ്. നമ്മുടെ മൂക്കിന് സാഫല്യം നൽകുന്നു എന്ന് വെച്ചാൽ നല്ല സുഗന്ധം നൽകുന്ന ആ പൂക്കളുടെ അടുത്ത് മനുഷ്യർ അന്തികം സമീപത്തങ്ങനെ നിൽക്കും. അതിന്റെ ആ സുഗന്ധമൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരി മാർഗണക്കി. അന്നപൂർണേശ്വരി, ഭക്ഷണത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും വരാതെ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ആ ദേവി, ദാരിദ്ര്യവും പട്ടിണിയും ഒന്നുമില്ലാതെ നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകുന്ന ആ ഒരു ചൈതന്യം, ആ അന്നപൂർണേശ്വരിയെ പോലെയാണ് പൂവ് എന്ന് കവി പറയുന്നു. അതിന് കാരണം പൂക്കളിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? നല്ല നറും തേനുണ്ടായിരിക്കും. ആ നറും തേൻ നൽകുകയാണ് പൂക്കൾ എല്ലായ്പ്പോഴും. പൂക്കളിൽ തേൻ കുടിക്കാനായിട്ട് വണ്ടുകളും ശലഭങ്ങളും തുമ്പികളും ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതിലിരുന്ന് തേൻ കുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ പൂക്കളിലെ തേൻ നുകരാനായിട്ട് ഈ ജീവജാലങ്ങളെല്ലാം എത്തിച്ചേരുന്നു. കവി പറയുന്നു, നിങ്ങൾ അന്നപൂർണേശ്വരി ദേവിക്ക് തുല്യമാണ് എന്ന്. അതിന് കാരണം എല്ലായ്പ്പോഴും നല്ല നറും തേൻ നൽകുന്നു. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ധവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി.
പാണി കയ്യിൽ. പൂക്കളെ ഒന്ന് തൊട്ടു നോക്കൂ. കല്ലുപോലെ കഠിനമാണോ പൂക്കൾ? അല്ല, നല്ല മൃദുത്വമുള്ളവയാണ്, നല്ല മൃദുലതയാണ്. അതാണ് ഇവിടെ കവി പറയുന്നത്. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ധവം. നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഏതൊരു പൂവിനെ തൊട്ടു നോക്കിയാലും നല്ല മാർദ്ധവമാണ്, നല്ല മിനുസമാണ്, നല്ല മൃദുത്വമാണ്. പിന്നെ പെൺകുട്ടികൾ എന്താ ചെയ്യുക? പൂ കണ്ടാൽ വേണിയിൽ ചൂടും. വേണി തലമുടി. വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. വേണിയിൽ ചൂടിയാൽ, പൂക്കൾ ഇങ്ങനെ പറിച്ച് തലമുടിയിലൊക്കെ ചൂടി നടക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? അതങ്ങനെ തലമുടിയിൽ പൂവിരിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അപ്പൊ പൂക്കളെ സ്പർശിച്ചാൽ നല്ല മൃദുത്വമാണ്, അത് തലമുടിയിൽ ചൂടിയാൽ നല്ല ഭംഗിയുമാണ്. ഇനിയുമുണ്ട് ഒരുപാട് ഗുണവിശേഷങ്ങൾ. ദേവനെ പൂജിക്കാം, വീരനെ ചാർത്തിക്കാം, പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം. ദേവനെ പൂജിക്കാം. ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് പൂജിക്കുന്നതിന് പ്രധാനമായും പുഷ്പങ്ങളല്ലേ ഉപയോഗിക്കുന്നത്? പൂക്കൾ കൊണ്ട് ദേവനെ പൂജിക്കുന്നു, ദേവനെ അർപ്പിക്കുന്നു. അതുപോലെ വീരനെ ചാർത്തിക്കാം. വീരൻ, മത്സരങ്ങളിലൊക്കെ ജയിച്ചു വരുന്ന വീരൻ, ജയിച്ചു വരുമ്പോൾ ആ വീരന്റെ കഴുത്തിൽ പൂമാല ഇട്ടുകൊടുത്താണ് സ്വീകരിക്കുന്നത്. കണ്ടിട്ടില്ലേ? ജയിച്ചു വരുന്ന ഏതെങ്കിലും കലാരംഗങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയുള്ള ഗുസ്തി അതുപോലെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതൊരു മത്സരമായാലും വിജയിച്ചു വരുന്ന ആളുടെ കഴുത്തില് ഒരു പൂമാല കൊടുത്ത് അയാളെ സ്വീകരിക്കുന്നു. അങ്ങനെ മാത്രമല്ല കേട്ടോ, പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം. അപ്പൊ ദേവനെ പൂജിക്കുന്നു, വീരനെ കഴുത്തിൽ ചാർത്തി കൊടുക്കുന്നു. അങ്ങനെയുള്ള പൂക്കൾ കൊണ്ട് ഒരു സാധാരണക്കാരന്റെ ശിരസും അലങ്കരിക്കാവുന്നതാണ്. അപ്പൊ പൂക്കൾക്ക് ഇവിടെ വലിപ്പ ചെറുപ്പ ഭേദമില്ല. ദേവനും വീരനും ഒരു സാധാരണക്കാരനും പൂവ് അണിയുന്നു എന്ന് സാരം. പിന്നെ കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ. കല്യാണ കർമ്മ, വിവാഹ കർമ്മ. വിവാഹത്തിന് പൂക്കൾ ഒഴിവാക്കാൻ സാധിക്കുമോ? വിവാഹത്തിന്റെ ഏതൊരു ചടങ്ങിനും പൂക്കൾ തന്നെ വേണം. വരന്റെയും വധുവിന്റെയും കഴുത്തിൽ പൂമാല ഇടുന്നു, കയ്യിൽ പൂ കൊണ്ടുള്ള ബൊക്കെ കൊടുക്കുന്നു, കതിർമണ്ഡപങ്ങളെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. എവിടെ നോക്കിയാലും പൂക്കൾ തന്നെയാണ് അല്ലെ? പൂക്കൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് വിവാഹ സാഹചര്യം. അപ്പൊ ഇവിടെ കവി പറയുന്നു, കല്യാണ കർമ്മത്തിന്, വിവാഹ കർമ്മത്തിന് ആവശ്യമേവർക്കും, എല്ലാവർക്കും നിങ്ങളെ ആവശ്യമാണ്. എങ്ങനെയുള്ള നിങ്ങളെ? കല്യാണധാമങ്ങളായ നിങ്ങൾ. അവിടെയും വരികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ രണ്ട് വരികളിലും ഒരേ പദം ആവർത്തിച്ചു വന്നിട്ടില്ലേ? കല്യാണ കർമ്മം, കല്യാണധാമം. ആദ്യത്തെ കല്യാണം എന്നത് വിവാഹം എന്നാണ് അർത്ഥം. രണ്ടാമത്തെ വരിയിലെ കല്യാണം എന്നത് മംഗളം എന്നാണ് അർത്ഥം. അപ്പൊ വിവാഹ കർമ്മത്തിന് നിങ്ങളെ എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? മംഗളം നിറഞ്ഞവരാണ്, ഐശ്വര്യം നിറഞ്ഞവരാണ്. ധാമം, ഇരിപ്പിടം. മംഗളത്തിന്റെ ഇരിപ്പിടമാണ് നിങ്ങൾ എന്ന് പറയുന്നു. പൂക്കൾ ഏതൊരു ഐശ്വര്യപ്രധാനമായ സാഹചര്യത്തിലും അല്ലെങ്കിൽ ഒരു മംഗളകരമായ കാര്യങ്ങൾക്കും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇവിടെയും ഈ വരികളിൽ ഒരേ പദം രണ്ട് വിഭിന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് വരികൾക്ക് പ്രയോഗ ഭംഗി നൽകുന്നുണ്ട്. എന്നിട്ട് കവി പറയുന്നു, മഞ്ഞിനെ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു. കവി സംശയിക്കുകയാണ്. മഞ്ഞിന്, ഈ ഭൂമിക്ക് ഇത്തരത്തിലുള്ള മാഹാത്മ്യം നൽകുന്ന നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന പൂക്കളെയാണ്. അപ്പോൾ ഭൂമിക്ക് എല്ലാവിധ മാഹാത്മ്യവും ഐശ്വര്യവും നൽകുന്ന നിങ്ങൾ ഒരുപക്ഷെ വിണ്ണിലെ, സ്വർഗത്തിലെ കുഞ്ഞുങ്ങളായിരിക്കാം. സംശയമാണ്. നിങ്ങൾ സ്വർഗത്തിലെ കുഞ്ഞുങ്ങളായിരിക്കാം. ആരറിഞ്ഞു? ആരാണത് അറിഞ്ഞിരിക്കുന്നത്? കവി വീണ്ടും പൂക്കളെ വിളിക്കുന്നു.
പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. അല്ലയോ പൂക്കളെ, നിങ്ങൾക്ക് എൻ്റെ കൂപ്പുകൈ. നിങ്ങൾ ദേവതമാരാണ്, നിങ്ങൾ എൻ്റെ ദേവതമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിപ്പിക്കുകയാണ്. നല്ല മനോഹരമായ, നല്ല ഭംഗിയുള്ള കവിത അല്ലേ? എത്ര ലളിതമായ പദപ്രയോഗങ്ങളാണ് കവി ഈ കവിതയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ കവി ആദ്യം കവി പൂവിനെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണ്? നിന്റെ ജീവിതം നാളെ കൊണ്ട് തീരുമല്ലോ, നീ മണ്ണിൽ വീണ് തീരുമല്ലോ, നിന്റെ ജീവിതം എത്ര മോശമാണ് എന്ന് പറഞ്ഞാണ് തുടക്കം. പക്ഷേ അവസാനം കവി എന്തിലാണ് ചെന്നെത്തുന്നത്? പൂക്കൾ കവിയുടെ ദേവതമാരാണെന്ന ആ ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരുന്നു. നമ്മളും ഇങ്ങനെ പൂക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കും. പെൺകുട്ടികളാണെങ്കിൽ പറിച്ചെടുക്കും, എന്നിട്ട് അത് തലമുടിയിലൊക്കെ ചൂടി അങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ പൂവിന്റെ മാഹാത്മ്യത്തെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറേയില്ല. പക്ഷേ ഈ കവിത പഠിച്ചു കഴിയുമ്പോൾ ആ പൂക്കളെ കുറിച്ചുള്ള ആ ഒരു ചിന്ത വളരെ മഹത്തരമായി നമ്മുടെ മനസ്സിൽ പതിയും. തീർച്ച തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ സാധാരണമായ ഒരു പൂവ് എത്ര വലിയ മഹത്വമേറിയ ഒന്നായിട്ടാണ് ഇവിടെ മാറുന്നത്. അതെ, കവി ആ ഒരു പൂവിനെ, പനിനീർ പൂവിനെ, ചുമന്ന പനിനീർ പൂവിനെ, അതിൻ്റെ മഹത്വ ഗുണങ്ങളെല്ലാം വാഴ്ത്തി വളരെയധികം പ്രകീർത്തിക്കുകയാണ്. അവസാനം കവിയുടെ മനസ്സിൽ അതൊരു ദേവതയായിട്ട് മാറുകയാണ്. ആശയം മനസ്സിലായല്ലോ? നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠന പ്രവർത്തനങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.